കാണിക്കുന്നില്ല. വേറെ ഏതെങ്കിലും ഫോൺ എടുത്ത് നോക്കി ഇനി ഇതിന്റെ പ്രശ്നം. അല്പം താമസിക്കുമല്ലോ, അതിനെ നോക്കി. ലൈവാണെങ്കിൽ ഇതിലിങ്ങനെ വരും, ലൈവ് എന്ന് വരും. നമസ്കാരം അർജുൻ. നമസ്കാരം. മരങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. കുട്ടിക്കാലിൽ ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ചടയമംഗലമായിട്ടുള്ള എന്റെ അന്നത്തൊക്കെ മരള മഹോത്സവം 2 ദിവസമേ ഉള്ളായിരുന്നു. പിന്നെ ക്ഷേത്രത്തിന്റെ ചരിത്രങ്ങളൊന്നും വളരെയധികം പറയാൻ കഴിയില്ല. എങ്കിലും ഈ മകരവിളക്ക് എന്ന് പറയുന്നത് അന്നൊക്കെ ഒരു ആവേശമായിരുന്നു. അന്നും ഇന്നും ആവേശമാണ്. എനിക്ക് പൊതുവെ കുറച്ചും കൂടി, ഞാൻ 2000-ന് ശേഷം ജനിച്ച കുട്ടികൾക്ക് വേറെ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. എനിക്ക് പൊതുവെ എന്ന് പറയുന്നത് പേട്ട തുള്ളുക, ഫ്ലോട്ട്, അതേപോലെ തന്നെ ഇവിടുത്തെ ആഘോഷം. അന്ന് ഈ തൃപ്പടിയല്ല, തൃപ്പടി ഈ രീതിയിൽ ആയിരുന്നില്ല പണിത് എന്റെ കുട്ടിക്കാലത്ത്. ഇന്നാണ് 18 തൃപ്പടി വെച്ച് ശബരിമല പോലെ പണിത്. അന്ന് ഈ തൃപ്പടി ആയിരുന്നില്ല. അപ്പൊ അന്ന് അമ്മൂമ്മേരോട് തൃപ്പടിയിൽ ആ തൃപ്പടിയിൽ പടി ചവിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കാര്യം. പക്ഷെ അന്ന് നമ്മൾ കുഞ്ഞായിരുന്നുകൊണ്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയില്ല. പിന്നെയാണ് ശബരിമലയ്ക്ക് സമാനമായി പ്രാധാന്യം വളർച്ചയുടെ ഓരോ ഘട്ടം. ഇന്നിപ്പോ അമ്പലം പുരോഗതിയായി, ഇത്ര വലിയ രീതിയിൽ നാട് പുരോഗമിക്കുന്നു, അമ്പലം പുരോഗമിക്കുന്നു. ഇപ്പൊ ഭക്തജനങ്ങൾ നാനാദിക്കുന്നു. പക്ഷേ ഒരു സമയത്ത് ചടയമംഗലത്തുള്ളവർ മാത്രം എല്ലായിടത്തുനിന്നും അയ്യപ്പന്മാർ ഈ അമ്പലം കാണാനായിട്ട്. ഇന്ന് നമ്മൾ പറഞ്ഞു, ഇന്ന് ചടയമംഗലത്ത് നിന്ന് പുറത്തു പോയിട്ടുള്ളവർ പോലും, അതായത് ദൂരെ താമസിക്കുന്നവർ പോലും ഈ ഒരു ദിവസം കാത്തിരിക്കുന്നവരാണ്. മകരവിളക്കിന് കാത്തിരിക്കുന്നവരാണ്. ചടയമംഗലത്തിന്റെ ദേശീയ ഉത്സവം, ദേശീയ ഐശ്വര്യം എന്നൊക്കെ പറയാൻ മകരവിളക്കാണ്. പിന്നെ പലരും ഇപ്പൊ എന്റെ നാട്ടിൽ നിന്ന് തന്നെ പുറത്തിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ, അവർക്ക് ശബരിമലയിൽ യാത്ര ചെയ്ത് പറ്റാത്ത ആൾക്കാർ ഇവിടെ രാവിലെ വന്ന് പഠിച്ചു കുട്ടി ഭഗവാനെ തൊഴുത് ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ തന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്, തീർച്ചയായിട്ടും നമ്മുടെ നാടും ശബരിമലയും നമ്മുടെ നാട്ടിലൊരു അമ്പലവും പിന്നെ ഈ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നൊക്കെ വന്ന് കച്ചവടം. എന്റെ കുട്ടിനാളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്നതാണ് ചടയമംഗലമായിട്ടുള്ള ഏറ്റവും ഒരു ബന്ധമാണ്. അതേസമയം എനിക്കിന്ന് ചടയമംഗലം എന്ന് പറയുന്നത് നമുക്ക് വലിയധികം ആത്മബന്ധങ്ങൾ, സുഹൃത്തുക്കൾ. അപ്പൊ അന്ന് മുതലേ നമ്മൾക്ക് ഈ ഇവിടെ വന്നിട്ട് ഉത്സവം കാണുക, മകരവിളക്കിനോടൊപ്പം പങ്കെടുക്കുക, അത് കഴിഞ്ഞ് കുറച്ചുനാൾ തൊഴിൽപരമായി ബന്ധപ്പെട്ട് കൈവേഷനിലൂടെ
തീർച്ചയായിട്ടും. അപ്പൊ അത് അവര് വേറെ രീതിയിലുള്ള രീതിയിൽ ഡ്രൈവേഴ്സ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ടാക്സി ഡ്രൈവേഴ്സ് ആണ് മകരവിളക്കിന് ഏറ്റവും ഭംഗി കൊടുക്കുന്നതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട്, അതായത് കുട്ടിക്കാലം ലൈറ്റിംഗ് കാണാൻ വരിക എന്ന് പറയുന്നത് ഒരു കൾച്ചറാണ്. ഈ ഒരു മകരവിളക്കിന്റെ ഒരു ഭാഗമാണ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് അവര് വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. കാരണം നാട് മൊത്തം ലൈറ്റിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ഇപ്പൊ ഉത്സവത്തില് പണ്ട് എനിക്ക് തോന്നുന്നു എന്റെ കുട്ടിക്കാലത്തുള്ളതിനേക്കാളും ഒക്കെ ഒരുപാട് ഭാവമാറ്റങ്ങൾ ഉത്സവത്തിന് വന്നിട്ടുണ്ട്. തലമുറയുടെ ഉത്സവത്തിന് പുതിയ മാനങ്ങൾ നൽകിയിട്ടുണ്ട്. തീർച്ചയായും. പണ്ട് ഞാൻ പറഞ്ഞില്ല, അന്നൊക്കെ 2 ദിവസം 3 ദിവസം ഒതുങ്ങി നിന്ന ഉത്സവമായിരുന്നു. ഇന്നിപ്പോ നീട്ടിക്കൊണ്ടുപോകാൻ 2 മുതൽ 14 ദിവസത്തേക്ക് മാറി വന്നു അല്ലേ? അതൊക്കെ ഒരു വലിയ മാറ്റമല്ലായിരുന്നു. ആൾക്കാരുടെ പങ്കാളിത്തം ഭഗവാന്റെ ഒരു കാരുണ്യവും കൂടിയാണ്. ആൾക്കാർ പങ്കെടുക്കുക, വരിക, ഉത്സവത്തിന് ഏറ്റവും വലിയ ജാതിമത ഭേദമന്യേ എല്ലാവരും ജാതിമത ഭേദമന്യേ ആൾക്കാർ പങ്കെടുക്കുന്ന, എനിക്ക് തോന്നുന്നു കടക്കൽ തിരുവാതിരയ്ക്ക് ശേഷം അങ്ങനെ ഒരു പങ്കാളിത്തമുള്ള ഒരു ഉത്സവം നമ്മുടെ മകരവിളക്ക് ഉത്സവം തന്നെയാണ്. അതിൽ യാതൊരു സംശയവും അക്കാര്യത്തിലില്ല എന്നാണ് പറയാം. ഇത്രയും നാളെ സപ്താഹം നടന്ന ദിവസം മുതൽ ഞാൻ അമ്പലത്തിൽ വരുന്നുണ്ട്. ഈ സദസ് നിറഞ്ഞിരിക്കുന്നത് മാത്രമേ എന്നും കാണാൻ അതെ. പരിപാടി നടന്നാലായാലും സദസ് നിറഞ്ഞിരിക്കുന്നതിന്റെ കൂടെ തന്നെ അവിടെ സാധനം വാങ്ങാൻ വരുന്നവരായാലും ഭക്തജനങ്ങൾ അമ്പലത്തില് ഭഗവാനെ പ്രാർത്ഥിക്കാൻ വരുന്നതിൽ ഒന്നിലും ഒരു കുറവ് വരുന്നില്ല. ഒരു നിറവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മള് ഒത്തിരി പരിപാടികൾ നമ്മളിവിടെ നിന്ന് കാണുകയും നമുക്ക് തത്സമയം സംപ്രേഷണം ചെയ്യാനൊക്കെ കഴിയുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾ, സ്ത്രീഭക്തർ അവരുടെ പങ്കാളിത്തം വളരെയധികം. മാത്രമല്ല അവർക്കൊക്കെ വന്നത് കാണാൻ ഈ നടക്കുന്ന സ്റ്റേജ് പരിപാടികളായ കംഫർട്ടായിട്ടുള്ള ഒരു വേദി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംവിധാനം. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കാണാറുണ്ട് ഒരു വലിയ അയ്യപ്പ ഭക്തന്മാരെ പടി ചവിട്ടാനായിട്ട് വരുന്നുണ്ട്. തൃപ്പടി പ്രവേശനത്തിനായിട്ട് ആൾക്കാർ ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പടി ചവിട്ടാനായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ, അയ്യപ്പന്മാര്, മാളികപ്പുറം എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ ശബരിമലയുടെ ഒരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് 18 പടി ചവിട്ടി അയ്യപ്പനെ കാണുന്ന ഒരു പ്രതീതി അവർക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നാണ്. കാരണം ശബരിമല തീർച്ചയായിട്ടും പറഞ്ഞില്ലേ, ഇപ്പോ നമുക്ക് ഇപ്പൊ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരുപാട് ഭക്തർ, ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരുപാട് ഭക്തജനങ്ങൾ, അയ്യപ്പ വിശ്വാസികൾ ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ഏറ്റവും കൂടുതൽ ഇപ്പോ കാണുന്നത് നമ്മുടെ ഹൃദയമംഗലത്തെ ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ തന്നെയാണ്. ഇന്നത്തെ പമ്പ വിളക്കൊക്കെ തന്നെ സത്യത്തിൽ ഭയങ്കര ഒരു ആത്മ അനുഭവം, ഒരു നമുക്കൊരു പുതിയൊരു ആവേശം പുറത്തുന്ന തരത്തിലുള്ള പമ്പ വിളക്ക്. നമുക്കും പമ്പ വിളക്ക് ഇവിടെ ഉണ്ട്. അതെ അതെ അതെ. ഞാൻ എനിക്കത് കണ്ടപ്പോ, നമ്മളത് കാണുമ്പോ നമുക്ക് തോന്നുന്ന കണ്ണിറഞ്ഞു മനസ്സ് നിറഞ്ഞ ഒരു സംഭവമായിരുന്നു ആ പമ്പ വിളക്ക്. അതുപോലെ ആ പമ്പാ സദ്യ, എത്രയധികം ഭക്തജനങ്ങൾ അവരെ വന്നു, അതിനകത്ത് പങ്കാളിത്തം, അത് ചെറിയൊരു സ്ഥലത്ത് നിർത്തിക്കൊണ്ടാണ് ആ പരിപാടി ചെയ്യുന്നത്. പക്ഷെ അത് ആൾക്കാരുടെ ഒരു നിറവുകൊണ്ട് പരിമിതികളുണ്ട്, എല്ലാത്തിനും പരിമിതികളുണ്ട്. പക്ഷെ വർഷം തോറും ആൾക്കാരുടെ പങ്കാളിത്തം കൂടുന്നതനുസരിച്ച് അതിനെല്ലാം മറികടക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായും വരും കാലങ്ങളിൽ നമ്മുടെ ഈ പമ്പാ സദ്യയുടെ ഗ്രൗണ്ടൊക്കെ, ആ സ്ഥലമൊക്കെ കുറച്ചുകൂടി നമുക്ക് ഇവിടെ ഇപ്പോ ഒരുപാട് അയ്യപ്പ ഭക്തന്മാര് തൃപ്പടി പ്രവേശനം നടത്തുന്നുണ്ട്. അത് രാവിലെ തുടങ്ങിയിരുന്നു. രാവിലെ തുടങ്ങിയിരുന്നു. ഞാനും നമസ്കാരം. എങ്ങനെയുണ്ട് മകരവിളക്ക് മഹോത്സവമൊക്കെ? മഹോത്സവമായിട്ട് തൊഴുവാനായിട്ട് അന്നത്തെ കുട്ടിക്കാലത്ത് അനുഭവം എന്ന് പങ്കുവെക്കാവൂ. ഞാൻ അമ്മനുമായിട്ട് വളരെ ചെറിയ പ്രായത്തിലേക്ക് ഇടപെട്ടിട്ടുള്ള ആളാണ്. എങ്കിലും ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട അനുഭവം എന്ന് പറയാം. എന്റെ കുടുംബം എന്ന് പറയുന്നത് ഇവിടെയാണ്. എവിടെ ആയാലും മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് ഇവിടെ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ തൊഴുവാനായിട്ട് വരും. അത് നമുക്കൊരു നേർച്ച തന്നെയാണ്.
എന്തൊക്കെയാണ് ഇക്കുറി മകരവിളക്ക് വിശേഷങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാവോ? മകരവിളക്ക് വിശേഷം എന്ന് പറയുമ്പോൾ കുറ്റനാൾ മുതലേ ആദ്യകാലങ്ങളിൽ അമ്മ കൊണ്ടുവരും. തന്നെ പറയാതായപ്പോൾ മുതൽ എല്ലാ വർഷവും ഇവിടെ വന്ന് തൊഴുവാറുണ്ട്. അതൊരു നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പ്രായം കഴിയുന്നതോറും നമ്മുടെ ഉത്സവം വളരെയധികം മോടി കൂടുകയാണ് അല്ലേ? മോടി കൂടുകയാണ്. പക്ഷെ ചെറുപ്പക്കാർ ഇതിൽ നിന്നും വിമുഖത കാണിച്ച് മാറുന്ന ഒരു അനുഭവം കൂടെ ഉണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉപയോഗിക്കാനുണ്ട്. എങ്കിലും നമ്മുടെ ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേട്ട മഹോത്സവത്ത് പേട്ടയ്ക്കായിരുന്നാലും ശരി, മറ്റ് സ്റ്റേജ് പരിപാടികൾക്കായിരുന്നാലും ശരി, അമ്പലത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾക്കാരും ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമല്ലേ? അത് തന്ത്രി നിശ്ചയിക്കുന്നതല്ലേ? തന്ത്രി നിശ്ചയിക്കുന്നതനുസരിച്ചല്ലേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എപ്പോഴും അവസാന വാക്ക് തന്ത്രിയാണ്. അതെ അതെ. ശശിയ, നമ്മള് കാണേണ്ടത് നമ്മുടെ കൊല്ലം ജില്ലയില് ഇപ്പൊ നമ്മുടെ വൈക്കം ക്ഷേത്രമാണ് ആദ്യത്തെ ഉത്സവം തുടങ്ങുന്നത്. എങ്കിലും ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകുന്ന തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ തന്നെയാണ്. കുഞ്ഞയ്യപ്പ ക്ഷേത്രം തന്നെയാണ് ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം. പിന്നെ വൈകുന്നേരത്തെ പേട്ട, പിന്നെ ഈ 18-ാം പടി ചുമതല കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം ഉള്ളൂ. അതെ അതെ. ഞാൻ ഏതാണ്ട് 10-18 വർഷം ഈ പടിയെ പറ്റിയ ആളാണ്. തീർച്ചയായിട്ടും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം, ഉത്സവാശംസകൾ. അർജുൻ, ഇതാണൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിൽ തന്നെ 18 വർഷമായിട്ട് അദ്ദേഹം ഈ പടി ചവിട്ടിയെന്നുള്ളതാണ്. അപ്പൊ അതിൽ കൂടുതൽ വർഷക്കാലം പടി ചവിട്ടിയവരും ഒരുപക്ഷെ നമ്മൾ ഇവിടെ ചോദിക്കുകയാണെങ്കിൽ ഉണ്ടാവും. പിന്നെ ഇവിടെ നമുക്കിവിടെ വരികയാണെങ്കിൽ തന്നെ ഇവിടെ ഇപ്പൊ കച്ചവടം ഭഗവാന് ചേർത്താനുള്ള പുഷ്പാർച്ചനയ്ക്കുള്ള പുഷ്പങ്ങളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ തന്നെ മനസ്സിന് വളരെ സന്തോഷമുള്ള ഒരു കാഴ്ചയാണ്. അമ്മ, മകരവിളക്ക് ആശംസകൾ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഉത്സവമായിട്ട് കച്ചവടമൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് 1-ാം തീയതി മകരസംക്രമം കൂടെ നല്ല കച്ചവടം ഉണ്ടാവാനാ സാധ്യത. പക്ഷെ ആൾക്കാര് ഇങ്ങനെ കയറി ഓടിയൊക്കെ പോവുക. അല്ലാതെ എല്ലാ വർഷത്തെയും അന്തരീക്ഷം എല്ലാം നല്ലതായി. ഈ വർഷം നല്ലൊരു അന്തരീക്ഷം. എല്ലാവർക്കും നല്ല കച്ചവടവും നടന്ന എല്ലാ ആൾക്കാരും സന്തോഷത്തോടെ പോകുമെന്നാണ് എന്റെ ഒരു മനസ്സ് പറയുന്നത്. കുഞ്ഞയ്യപ്പന് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും. അമ്മ, കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മത്സരം വല്ലതും ഉണ്ടോ? ഇല്ല, ഞങ്ങളെല്ലാം ഇതെല്ലാം എല്ലാം ഒന്നാണ്. അവരുടെ കടയായിട്ട് അങ്ങനെ എല്ലാം അവരുടെ ഞങ്ങള് സഹായിക്കാൻ വരുന്നയാ. സഹായിക്കാനായിട്ട് വരുന്നതാ. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പങ്കാളിത്തം? 4 വർഷത്തോളം വരാറല്ലേ? നല്ല രീതിയിൽ 1-ാം തീയതി വരുത്തുന്നു. എന്തൊക്കെയാണ് മകരസംക്രാന്തി. അത് പനനീരുണ്ട്, പൂവുണ്ട്, പൂമാലയുണ്ട്, കർപ്പൂരമുണ്ട്, ചന്ദനത്തിരിയുണ്ട്. എല്ലാം അമ്മയ്ക്ക് വാളിയപ്പുറത്ത് എല്ലാം ഉണ്ട്. വാളിയപ്പുറത്ത് അമ്മയ്ക്കുള്ള ചുന്തൂരുണ്ട്, നെയ്യുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. എല്ലാ സാധനവും. അയ്യപ്പ നല്ല കച്ചവടം, നല്ല ഇപ്പൊ കണ്ടതുപോലെ കച്ചവടക്കാര് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വെളിയിലുള്ള കച്ചവടക്കാര്, വെളിയിൽ ധാരാളം കച്ചവടക്കാർ ഇവിടെ ഇവരെ അമ്പലത്തിലേക്ക്. ഞാൻ പറയുന്നത് അർജുൻ, നമുക്ക് വലിയ പറയാം, പണ്ടൊക്കെ നമ്മുടെ ഈ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തുള്ള ആൾക്കാരാണ് ഇതിനെ വിരി എന്നാണ് പറയുന്നത്. വിരി എന്നാണ്, വിരി വെക്കുക. അപ്പൊ ഇവിടുത്തേരായിരുന്നു ഈ കച്ചവടക്കാരായിട്ട്, അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത പ്രദേശത്തെ ആൾക്കാരായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ആ സ്ഥിതി മാറി. അന്ന് എന്തൊക്കെയായിരുന്നു കച്ചവടം നടത്തുന്നത്? അതുപോലെ അന്ന് ഏറ്റവും കൂടുതൽ ചുക്ക് കാപ്പി, ഇലയപ്പം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇന്നിപ്പോ അതൊക്കെ മാറിയിട്ട് ഇന്നിപ്പോ നമ്മൾ തോന്നിയാൽ പാൻ ഇന്ത്യൻ കച്ചവടമാണ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ എന്തായാലും മകരവിളക്കിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കി വയ്ക്കാം. എങ്ങനെയുണ്ട് മകരവിളക്കിന്റെ
അയ്യപ്പന്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെ? അടിപൊളി. അയ്യപ്പന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടല്ലേ? എന്ന് പറഞ്ഞു. കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നുള്ള മകരവിളക്കും ഇപ്പോഴത്തെ മകരവിളക്കും ആയിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും? കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അടിപൊളിക്കില്ലേ, ഇപ്പോഴും നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? അപ്പൊ എന്നാലും നമ്മുടെ ആ ഉത്സവത്തിന്റെ ചില മാറ്റങ്ങളുണ്ട്. പിന്നെ തീർച്ചയായും ആ മാറ്റങ്ങളെ കുറിച്ച് ഇപ്പൊ ഞാനും അർജുനോട് സംസാരിക്കുമ്പോ പണ്ട് നമ്മുടെ ഇവിടെ തന്നെ കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഷെഡൊക്കെ കെട്ടി പണ്ടത്തെ കാട്ടി നല്ല ഷെഡൊക്കെ കെട്ടി ഹിന്ദിയും ഇലയപ്പോന്നൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കച്ചവടം ചെയ്യായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഹിന്ദിക്കാര്, തമിഴര്, എല്ലാ ഭാഷക്കാരും ആൾക്കാരും വരികയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്ന്. നല്ല വികസനം വന്നുകൊണ്ടിരിക്കുക. ഭയങ്കര അത് തന്നെയാണ്. നമ്മളിപ്പോ ഈ ആളുകൾ പലതും നമ്മുടെ നാട്ടുകാരല്ല എന്നുള്ളതാണ് എന്റെ വിഷയം. വെളിയിൽ നിന്നായിരുന്നു ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇനിയിപ്പോ ഒരു മണി കഴിഞ്ഞ് ഇവിടെ മൊത്തം തിരക്കായിരിക്കും. ഇവരുടെ എല്ലാ പരിപാടിയും അറിയാമോ? അതെ അതെ. വരും കാലങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരട്ടെ. മാറ്റങ്ങൾ ഉണ്ടാവും. വരും കാലങ്ങളിൽ അതെ അതെ. അയ്യപ്പൻ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ എല്ലാവിധ ഉത്സവാശംസകളും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പാൻ ഇന്ത്യൻ രീതിയിലാണ് കച്ചവടം. അതെ അതെ. അതെ നമ്മൾ ആ ചടയമംഗലത്തുനിന്ന് അമ്മ പടി ചവിട്ടിയോ? എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? നല്ലതായിരുന്നു. എല്ലാ കൊല്ലം വരാറുണ്ടോ? ആദ്യമായിട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പടി ചവിട്ടി? പടികെട്ടി കുഴപ്പമില്ലായിരുന്നു. ശബരിമലയില് ശബരിമല പോയിട്ടുണ്ട്. അതേ രീതി തന്നെ. അതേ രീതിയിൽ അയ്യപ്പൻ എല്ലാ അനുഗ്രഹം. എങ്ങനെയുണ്ടായിരുന്നു പടി ചവിട്ടിയിട്ട്? നല്ല അനുഭവം ഉണ്ടായ. ആദ്യമായിട്ട് ശബരിമല പോയിട്ടില്ല. ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ വന്നിട്ട് ഇനി ശബരിമല മീനമാസത്തിൽ പോവാതിരിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ. സ്വാമിയെ ശരണം അയ്യപ്പൻ. ഭക്തജനങ്ങളെല്ലാവരും ശബരിമലയുടെ ഒരു പ്രതീതിയിലാണ് ഉള്ളത്. അപ്പോ ഞങ്ങളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. വയ്ക്കുന്നതിനെ കുറിച്ച് പറയല്ലോ. ഇവിടെ പാൻ ഇന്ത്യൻ കച്ചവടമാണ് നടക്കുന്നത്. അതെ. നമ്മുടെ ആ താഴത്തെ പഴയ LCJ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഭാഗം ഇപ്പൊ പുറത്തുനിന്ന്, അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന രാജസ്ഥാനൊക്കെ അപ്പൊ നമ്മുടെ നാട് അത്രയധികം അറിയപ്പെട്ടു. വിജയപ്പെട്ട ഇവിടെ വന്ന കച്ചവടം കിട്ടുമെന്നുള്ളവർ ഇവിടെ വരുന്നുണ്ട്. ഞാനിവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ വല്യഗ്രഹാദർ എന്ന് പറഞ്ഞാൽ ഞാനൊരു 20 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ. അപ്പോ ഈ ചീനി മുറുക്കാണ് മെയിൻ എല്ലാത്തിലും ഉള്ളതിലും മെയിൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് ചീനി മുറുക്ക്. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ രാവിലെ മുതൽ നല്ല തിരക്കുണ്ട്. അതെ അതെ. ഇനിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇനി ചുണ്ടത്തേ ഉള്ളൂ അനുസരിച്ച്. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോ പടി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇനി പ്രായമായവർക്കൊക്കെ ഇവിടെ കുറച്ചുകൂടെ ശബരിമല പോവാൻ അത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അർജുൻ, അതായത് നമുക്കിപ്പോ ശബരിമലയിൽ വരെ യാത്ര ചെയ്യാൻ വയ്യാത്ത അയ്യപ്പ ഭക്തർ ഇവിടെ വന്നാണ് ആ ഭഗവാനെ കണ്ട് തൊഴുത് അവർക്കുള്ള ആ ആത്മസംതൃപ്തി എന്ന് പറയുന്ന നമ്മുടെ നാടിന്റെ ഒരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും വേറെ ഒരു നാട്ടുകാർക്കും അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടുന്നതായിട്ട് എന്റെ അറിവിലില്ല. 18 പടിയുള്ള അമ്പലങ്ങളിൽ ശബരിമല അല്ലാതെ ഇവിടെ മാത്രമേ സ്ത്രീകളുടെ ശബരിമല. തീർച്ചയായും. അതായത് സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ശബരിമല ഏക ശബരിമല. പിന്നെ ഇപ്പോ വൈകുന്നേരം ഇനിയിപ്പോ നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരിക്കും. ഇന്നലെ തന്നെ തിരുവാഭരണ ഘോഷയാത്ര വന്നപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അമ്പലത്തിൽ ദർശിക്കാനും കാണുവാനും ഒക്കെ ഒരുപാട് ആൾക്കാർ കുടുംബമായിട്ട് വരികയൊക്കെ ചെയ്തു. അയ്യപ്പ ഭക്തരാണ് കുഞ്ഞുങ്ങൾ കണ്ടല്ലോ. കുഞ്ഞുങ്ങൾ ആ വളരെ ഭക്തിയോടുകൂടി ആദ്യമായിട്ട് ആ ഒരു വിശ്വാസം അയ്യപ്പൻ അവരെ കാത്തുരക്ഷിക്കുന്നുള്ളത്. സ്വാമി ശരണം. സ്വാമി ശരണം. തൊഴുത്തു ആ 18 പടിയും തൊട്ട് വണങ്ങി. അതെ അതെ. ഒരുപക്ഷെ നമുക്ക് ശബരിമല ചെന്നപ്പോൾ ഇതുപോലെ പടി തൊട്ട് വണങ്ങി വരാൻ പറ്റില്ല. അത്രയും ഇവിടെ ആകുമ്പോ അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ അങ്ങനെ പടികളിൽ കയറിയിട്ടുണ്ട്. ഇനിയും
തിരക്ക് കൂടും. അവര് സമയമായില്ലല്ലോ. ഇനിയാണ് തിരക്ക് കൂടുന്നത്. ഇപ്പോ ഭക്തജനങ്ങൾ കുടുംബമായിട്ട് അതുപോലെ തന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഇന്ന് തൃപ്പടി ഇരുമുടി കെട്ടു ആയിട്ട് കയറാൻ പറ്റും ഒരു ദിവസം, അല്ലാതെ ഈ പടി കയറാൻ പറ്റില്ല. അല്ല ഇരുമുടിയുമായി മാത്രമേ നമുക്ക് ഈ 18 പടി കയറാനായിട്ട്. അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിൽ എപ്പോഴും നമുക്ക് സമയമുണ്ട്, അതിന് വഴികളുണ്ട്. അതുവഴി വന്ന് ഭഗവാനെ തൊഴുത് പറയാം. നമ്മളൊരു വിഷയത്തിൽ നിന്ന് മാറി ചീനി മുറുക്കാൻ ചീനൂർക്കിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ചീനൂർക്ക് ഇപ്പൊ ഇവിടുത്തെ അമ്പലത്തിൽ ഏറ്റവും ഫേവറേറ്റ്. ചെറുപ്പക്കാരൊക്കെ വരുമ്പോ അവരുടെ 100 രൂപ കാണുള്ളെങ്കിൽ അവർക്ക് 2 എണ്ണം വാങ്ങിച്ചോണ്ട് പോകാൻ 30 രൂപയ്ക്ക് വലിയൊക്കെ വാങ്ങാനായിട്ട് ഏറ്റവും നല്ലൊരു ചീനൂർക്കാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ അതിന്റെ കച്ചവടമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതെ, നമ്മള് ഈ വഴിയില്ലേ, ഈ വഴി ആ വഴിക്ക് അങ്ങോട്ട് മുന്നോട്ട് നോക്കിയാൽ സാധനങ്ങൾ ഒരുപാടുണ്ട്. ചീനിമുറുക്കില് കുറച്ച് അതെ ചീനിമുറുക്ക്. അപ്പൊ ചീനിയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുകൂടി നമ്മൾ ഓർക്കണം. അതെ, അത് ഒരുപാട് അത് ഒരു കാര്യമുണ്ടേ. നമ്മളിപ്പോ ഈ ഒരാളോട് ചീനി കൊടുത്തിട്ട് കഴിക്കുന്നത് വെച്ചാൽ കഴിക്കില്ല, ചീനി മുറുക്കി എടുത്താൽ വേറൊരു വലിയ വിശേഷം. ജനങ്ങൾ ഒരുപാട് ഇവിടെ കഴിച്ചു കൂടിയിട്ടുണ്ട്. രാവിലെ തൊഴുവാനും ഒരുപാട് ആൾക്കാർ അവിടെ പടി ചവിട്ടാനായിട്ട് കുറെ ആൾക്കാരുണ്ട്. അതുപോലെ സാധനം വാങ്ങാനായിട്ട് കുറെ ആൾക്കാർ അവിടെ അമ്പലത്തിനകം നമുക്ക് നോക്കുകയാണെങ്കിൽ അമ്പലത്തിനകം നിറഞ്ഞ് ഇരിക്കുകയാണ്. ഭക്തജനങ്ങൾ അമ്പലത്തിനകത്ത് തൊഴുതുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഒരു നിറവാണെന്ന് മനസ്സിന് നാടിന്റെ ഐശ്വര്യമാണ്. ഒരു നാടിന്റെ ഐശ്വര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളെ നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം അതെല്ലാം നമ്മൾ മറക്കും. അതെ, മറന്നിട്ട് നമ്മുടെ ആ ഒരു ഉത്സവത്തോട് ചേർന്ന് നമ്മുടെ പേറ്റോട് നമുക്ക് ഇപ്പൊ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ മനോഹരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാല് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു? ദർശനം നടത്തിയോ? നല്ലപോലെ ദർശനം നടത്തി വരാറുണ്ട്. ജന്മസ്ഥലം ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അയ്യപ്പനെ കണ്ടിട്ട്? അയ്യപ്പനെ കണ്ടിട്ട് നല്ല ഒരുക്ക്, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അയ്യപ്പന്റെ അനുഗ്രഹം അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ വിഷയം, നമ്മളിപ്പോ 4 മണിക്ക് നമ്മൾ മേലെ ജംഗ്ഷനിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡ്രൈവേഴ്സിന് പേട്ട ആദ്യം തുടങ്ങുന്നത് അവരുടെ പേട്ടയാണ്. കല്ലുമല പേട്ടയാണ് ആദ്യം അമ്പലത്തിൽ ലൈറ്റ് ഇടുമ്പോഴേ അവര് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ പേട്ട കണ്ടു കഴിയുമ്പോൾ അവർക്ക് തന്നെ നമ്മള് ചിലപ്പോ നമ്മൾ തന്നെ പറയും നമുക്ക് നടങ്ങിക്കാം. പക്ഷെ ആ തുള്ളലും ആ വരവും ആ ചെണ്ടമേളവും അതെല്ലാം ഇപ്പൊ കാണുമ്പോ തന്നെ നമുക്ക് തന്നെ മാറി നിന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് പ്രത്യേക ഒരു ആവേശം തോന്നിക്കും അല്ലേ? അതെ അതെ അതെ, കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അതെ, ചടയമേള ഏറ്റവും വലിയ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ നമുക്ക് മകരവിളക്കാണ്. അത് കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ നമ്മളിപ്പോ പുറത്ത് പോയവര് പോലും ഓണത്തിന് ചിലപ്പം ചിലർ വരില്ല, മകരവിളക്കിനാണെങ്കിൽ അവർ വരും. ഉണ്ടായിരുന്നു മകരവിളക്കിന്റെ ഒരു അനുഭവം. മകരവിളക്ക് നല്ല ഭക്തിസാന്ദ്രമായ അനുഭവമായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. ഇന്ന് ഇനിയിപ്പോ എന്തൊക്കെയാണ് ഇവിടെ ചടങ്ങുകൾ എന്ന് പറയുന്നത്? ഇന്ന് വൈകുന്നേരം പേട്ടതുള്ളല്, അതാണ് മെയിനായിട്ട്. തിരുവാഭരണ എഴുന്നള്ളത്ത്, പേട്ടതുള്ളല്, ഇതാണ് ഇവിടുത്തെ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്ന പറയട്ടെ. അപ്പൊ നമ്മളെന്താ പറഞ്ഞു? അപ്പൊ നമ്മള് ഡ്രൈവേഴ്സിന്റെ പേറ്റയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ആവേശമുള്ളതാക്കുന്നത് അവര് തന്നെയാണ് കേട്ടോ. പിന്നെ ഭയങ്കര സംഭവം, ഭയങ്കര ഒരു പറഞ്ഞേ നമ്മൾ തന്നെ പറയുകയാണ്, മത്സരമാണ്. ഇപ്പൊ നമ്മളെ കമ്മിറ്റി ഓഫീസിന് മുമ്പിലാണ്. വെല്ലുതാ സെക്രട്ടറി ശ്രീ സതീഷ് ഉണ്ട്. ഇന്ന് ലൈവാണ്. പറഞ്ഞോളൂ, ഉത്സവത്തെ കുറിച്ച് പറഞ്ഞോളൂ. നമ്മള് കൗണ്ടറിൽ നടക്കുകയാണ്. കാര്യങ്ങളെല്ലാം നല്ല ഗംഭീരമായി
നമ്മുടെ പ്രധാന ചടങ്ങെന്ന് പറയുന്നത് തിരുവാഭരണം ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അയ്യപ്പന് ചാർത്തി അതിനോടൊപ്പം നമ്മുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പേട്ടകൾ എത്തിച്ചേരുന്നതാണ്. വളരെ സൗഹാർദ്ദപരമായും സന്തോഷത്തോടുകൂടി ഈ പരിപാടികളെല്ലാം നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെയും സഹകരണം വേണം. അപ്പോഴപ്പോഴും ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് സഹായകരമാണ്. എല്ലാവർക്കും അവരോടൊക്കെ ദിനാശംസകൾ. തിരിച്ചു അതുപോലെ കമ്മിറ്റി ഓഫീസിൽ അവര് ആവേശത്തിലാണ്, അവരുടെ ശ്രമമാണ് ഇത്ര ദിവസത്തെ. അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഉത്സവ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ആ ഉത്സവ കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്ത് കഴിയുമ്പോൾ അത് നടത്തി പിരിയുന്നത് അവർക്കുണ്ടാകുന്ന ഒരു ആത്മസന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇത് സാമ്പത്തിക കണ്ടതും ഇവിടെ ആയിരക്കണക്കിന് വിവിധ സ്വഭാവങ്ങളിലുള്ള ആൾക്കാരാണ് വന്നു പോകുന്നത്. അവരെയൊക്കെ നിയന്ത്രിച്ച് സമാധാനപരമായി ഉത്സവം നടത്തണം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും അഭിപ്രായങ്ങള് മന്ത്രി പറയുന്ന കാര്യങ്ങളും അതും തീർച്ചയായിട്ടും കണക്കിലെടുക്കണം. കാര്യമല്ല. തീർച്ചയായിട്ടും. നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് നമുക്കിപ്പോ അവർ നമ്മളെ തിരക്കി ഒരു സംഭാവനയായിട്ട് വരുമ്പോ നമ്മൾ അതിനെ വളരെ നിസ്സാരമായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. 100 രൂപ കൊടുക്കുമ്പോ കഴിഞ്ഞു എന്നാണ് നമ്മുടെ ഒരു ധാരണ. പക്ഷെ അവര് അനുഭവിക്കുന്ന ആത്മസംഘർഷമുണ്ട്. ഇതിന്റെ പര്യവസാനത്തിൽ എത്തിക്കുക, വിജയിപ്പിക്കുക എന്നൊരു വലിയ ദൗത്യം ആണ് അവരുടെ ഭാഗത്തുള്ളത്. ദിവസങ്ങൾ പൊതുവെ ചൂടും കുറവാണ്. അതൊക്കെ അയ്യപ്പന്റെ അനുഗ്രഹമാണ്. സാധാരണ ഈ സമയത്ത് കൂടുതലാണ്. പൊതുവെ ഇവിടെ ചൂടൊന്ന് കുറവാണ്. അതുകൊണ്ട് ഭക്തജനങ്ങൾക്കൊരു ആശ്വാസമുണ്ട്. പക്ഷെ ഇന്നലെ വൈകിട്ട് പോലും ഭയങ്കര ചൂടുണ്ടായിരുന്നു. ആ തിരുവാഭരണം തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോ അത്യാവശ്യം നല്ല തിരക്ക് വരും. ഇനിയിപ്പോ ഒരു അവരിപ്പോ വരുന്ന അവിടുത്തെ കാവില് പ്രായമായ ആൾക്കാർ മഹാദേവനിടയിലും എനിക്ക് തോന്നുന്നു കെട്ടുനിറയാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആൾക്കാർ പടി ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അമ്പലത്തിലും പൂജ ചെയ്യുന്നു. കമ്മിറ്റി ഓഫീസിലാണെങ്കിൽ ആൾക്കാർ വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങൾ, ഇതിന്റെ അവസാനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഈ ഉത്സവത്തിന്റെ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞല്ലേ, അവർക്കിന്ന് ഇത് കഴിഞ്ഞ് ഇന്ന് ഇവിടുത്തെ ചടങ്ങുകളെല്ലാം ക്ഷേത്ര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഉത്സവത്തിന്റെ സ്റ്റേജ് പരിപാടികളെല്ലാം അവസാനിച്ചു. എല്ലാം കഴിഞ്ഞ് സമാധാനപരമായി എല്ലാം പൂർത്തീകരിക്കപ്പെടാണ് ഈ ഉത്സവ കമ്മിറ്റിക്കാർക്ക് ഒരു ആത്മസന്തോഷം ഉണ്ടാകുന്നത്. തീർച്ചയായും. കാരണം ഞങ്ങളുടെ പരിശ്രമം വിജയിച്ചു, ഭഗവാൻ കൂടെ നിന്നു, ജനങ്ങൾ സഹകരിച്ചു എന്നൊക്കെയുള്ള ഒരു ജനങ്ങളുടെ സഹകരണം എന്തായാലും അവർക്ക് കിട്ടി എന്നുള്ളതാണ് വിജയമാണ്. കാരണം ഇത്രയധികം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു നാട്ടിലെ ദേശീയ ഉത്സവത്തിന് നമ്മൾ ഓരോ ആൾക്കാരും ആ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ നമ്മളതിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ അതിൽ കാണാറ്. അപ്പോഴാണ് നമ്മുടെ സംരംഭങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാടിലെ ആഘോഷങ്ങൾക്ക് ഒരു മികവ് ഉണ്ടാകുമെന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ ഇതിന്റെ ഭാഗമാണ്. അതെ, ഇത് നമ്മുടെ നാടാണ്. നമ്മുടെ നാടാണ്. നമുക്ക് അങ്ങനെ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. കണ്ടില്ലേ, അത് ഓരോ വിശ്വാസികൾക്ക് അവർ ഓരോ ആൽരൂപമുണ്ട്. ഓരോ നമ്മുടെ ശരീരത്തിന്റെ കാല്, നേരത്തെ ഒരാളോട് ഇരിക്കുന്നുണ്ട് കാല് വേണോ, ഗുരുവായൂരമ്പലത്തിലൊക്കെ കണ്ടു. ഇത് മിക്ക ക്ഷേത്രങ്ങളും ഉണ്ട്. അത് ഓരോ ഭക്തര് അവർക്ക് വരുന്ന പ്രതിസന്ധികളിൽ ഭഗവാനോട് ഇന്ന് ഞാൻ നൽകിയേക്കാം, എനിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്നും ഒരു കരകയറ്റം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അത് നിറവേറ്റുകയും ആ നിറവേറ്റുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഇതേപോലെ ആൾരൂപങ്ങള് ഇതേപോലുള്ള എല്ലാം ഒരു വിശ്വാസം. നമ്മൾ അറിഞ്ഞു വിശ്വസിക്കപ്പെടേണ്ട അനുഗ്രഹം ഉണ്ടാകും. തീർച്ചയായും. അങ്ങോട്ട് ചെല്ലാം, നമുക്ക് താഴോട്ട് പോവാം. അവിടെ കാവിന്റെ പരിസരത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഉണ്ട്. രാവിലെ മുതൽ നല്ല തിരക്കിലേക്ക് പോവുകയാണ്. ഇവിടെ നിൽക്കുന്ന
അദ്ദേഹം അത് തനിക്ക് എല്ലാം നോക്കി പരിശോധിച്ച് പണി എനിക്കിപ്പോ നോക്കുമ്പോ ശബരിമല കാണുന്നത് തീർച്ചയായിട്ടും തന്നെയാണ്. നമ്മൾ ദൂരത്ത് പറയുന്നത് നോക്കണം. അപ്പോഴാണ് നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തോന്നുന്നത് കൂടുതലും പ്രവാസികൾക്കാണ് ഇതിനെ ഒരു എന്താ പറയാ അവരെന്ത് കണ്ടു കഴിഞ്ഞാൽ നൊസ്റ്റാൾജിയ ഉണ്ട്. അതെ ഉണ്ടാവും. മാത്രമല്ല അവരാലോചിക്കുന്നുണ്ടാവും ഈ സമയത്ത് നമുക്ക് നാട്ടിലെത്താൻ കഴിഞ്ഞില്ലല്ലോ. അവരും കൂടെ അവരവിടെ നിൽക്കുന്നത് അവരുടെ പണം കൂടിയാണ്, തീർച്ചയായും അവരുടെ അധ്വാനമാണ് നമുക്കിവിടെ എത്തുന്നത്. ഉണ്ടോ ആ അമ്മ ആ എല്ലാ പടികളും തൊട്ട് വണങ്ങി ആണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് മകരവിളക്കെന്ന് പറയുമ്പോൾ ചടയമംഗലത്തിന്റെ ദേശീയോത്സവമാണ്. ഒരുപാട് പുരോഗതിയിലെത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ ക്ഷേത്രമാണ്, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ്. ഇവിടെ എൻപിടിക്കെട്ട് അതേ രീതിയിൽ തന്നെയാണ് ഭക്തി നിർഭരമായി എത്തിച്ചേരാനെത്തുന്ന ഒരു അഭയ കേന്ദ്രമാണ് ചടയമംഗലം ശ്രീ കുഞ്ഞേപ്പട്ടിമെന്ന് പറയുന്നതിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് പുരോഗമിക്കുന്നുണ്ടല്ലേ? കുട്ടിക്കാലത്ത് വെച്ച് നോക്കുവാണെങ്കിൽ അതിഭയങ്കരമായ രീതിയിലാണ് അന്ന് ഇതുപോലെ നടത്തത്തിലോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം 18ാം പടി ശബരിമലയിലെ പോലെ സ്വർണ്ണം പോഷിയ പടിയാണ്. അതുപോലെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ അമ്പലത്തിന് ശബരിമലയ്ക്ക് തുല്യമായി തന്നെ വന്ന് ചേർന്നു എന്ന് പറയുവാനും എനിക്ക് സന്തോഷമുണ്ട്. അവിടെ സംസാരിക്കാൻ പോയപ്പോഴത്തേക്ക് പിന്നെയും അയ്യപ്പന്മാര് പ്രവേശനത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മള് ഏറ്റവും വലിയ പ്രത്യേകത അർജുൻ, നമ്മുടെ പഴയ കാലത്തുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോഴാണ് നമുക്കറിയത്. പണ്ട് ഞാൻ ഇന്നലെ തന്നെ ഒരാളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് പഴയ കാലത്ത് ഒരു ഓലമേന അമ്പലമായിരുന്നു. അത് നമുക്ക് തന്നെ അവ ഓലമേന അമ്പലമായിരുന്നു. അതിന്റെ ചില വിശേഷങ്ങൾ അദ്ദേഹം നമ്മളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. കുഞ്ഞയ്യപ്പന്മാരെയാണ് കുഞ്ഞയ്യപ്പൻ പഠിച്ചവിട്ടതിന്റെ ജനറേഷൻ ഗ്യാപ്പ് ഒന്നും ബാധിച്ചിട്ടില്ല ആൾക്കാർക്കായിട്ട്. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഇവിടെ സ്വാമി സ്വാമിയേ അയ്യപ്പന് കുഞ്ഞയ്യപ്പന് അത് നടന്നു വന്നേമായിരിക്കും. അദ്ദേഹം നടന്നൊക്കെ വന്നതിന്റെ ആരും കന്യയ്യപ്പനാണല്ലേ? അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. കന്യയ്യപ്പന്മാരും യഥാർത്ഥത്തിൽ നമ്മൾ ഈ പരിസരത്തുള്ള എല്ലാ കന്യയ്യപ്പന്മാരും തുടക്കം ഒരുപക്ഷെ ഇവിടെ ആയിരിക്കും തീർച്ചയായിട്ടും എന്നുള്ളതാണ്. ആൾക്കാരത് ഉൾപ്പെടി കണ്ട് തൊഴുവാനും ആൾക്കാർ വന്നിട്ടുണ്ട്. കണ്ടോ അയ്യപ്പനെ കണ്ടോ? അയ്യപ്പനെ ഇവനുണ്ടായിരുന്നു, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു.
അമ്മ ഇന്നലെ തിരുവാഭരണം എടുക്കാൻ പോയപ്പോ സമയം ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ശരണം വിളിച്ചവര് ഏറ്റവും മുമ്പ് അമ്മയായിരുന്നു. ഭഗവാന്റെ എല്ലാം അനുഭവം ഉണ്ടാകട്ടെ. ഞാൻ വന്നപ്പോഴുണ്ടല്ലോ ഈ ചേച്ചി ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു. അയ്യപ്പനെ എത്ര നേരം കണ്ടുകൊണ്ടിരുന്നു. ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് നിൽക്കാൻ പറ്റുക എങ്ങനെ ഉണ്ടായിരുന്ന അനുഭവം ഒന്ന് പറയും. നല്ലതായിരുന്നു. ഞങ്ങള് തിരുവാതിര എടുക്കാൻ വരുന്നത് എല്ലാ വർഷവും വരും. പിന്നെ അത് തീർന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും പോകും. ഞങ്ങൾക്ക് പത്തേ പറ്റും. എന്റെ വലിയച്ഛനായിരുന്നു തിരുവാതിര എടുക്കുന്നത്. പഠിക്കാൻ നിൽക്കുന്നതല്ല അതിന്റെ ഇത് അതിന്റെ കുച്ചുകൊടിഞ്ഞായി പാരമ്പര്യം കഴിഞ്ഞെല്ലാം വന്നില്ലേ? കഴിഞ്ഞെല്ലാം മകം ഇതുവരെ ഇല്ല. പോയിട്ടില്ല. എന്റെ മനസ്സിലൊരു വലിയ ആഗ്രഹമുണ്ട്. ഒരു വലിയ ജോലി എടുക്കാൻ കിട്ടുമോ? ഇതുവരെ ഇല്ല. അങ്ങനെ ആഗ്രഹമുണ്ട് എന്റെ മനസ്സിൽ. അത് നടക്കാനുള്ള ആരുടെ ശബരിമല അമ്മാനോടൊപ്പം അച്ഛനും അമ്മയും വളരെ വീടുണ്ട്. കയ്യൊക്കെ നോക്കി കിട്ടി ഇതാണ് അരുണ്. ഞങ്ങള് ഒരു നാട്ടുകാരാണ്. ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ വിനയൻ, മലയാള സിനിമയിലെ ഏറ്റവും വലിയ സംവിധായകനായ വിനയൻ സംവിധാനം ചെയ്ത അത്ഭുത ദ്വീപ് എന്ന സിനിമയിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതൊരു ആദ്യത്തെ അറിവാണ് ആൾക്കാർ. അത്ഭുത ദ്വീപിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രത്തെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അരുണ് 6 വർഷം പ്രവാസിയായിരുന്നു. അബുദാബിയിലായിരുന്നു അല്ലേ? ദുബായിൽ. അതുപോലെ തന്നെ തിരുവനന്തപുരം ഹാസ്യമിത്ര അല്ലേ? ഹാസ്യമിത്രയിലെ ഏറ്റവും വലിയ കോമഡി നടനായിരുന്നു. അങ്ങനെ ആള് വളരെ പ്രശസ്തനാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ഈ രംഗമൊക്കെ വിട്ടു. ഇപ്പോഴും പിന്നെ ആരുടെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഒന്നര ദിവസം നമ്മുടെ ചാനലില് അതിന്റെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അവരുടെ മരണമൊക്കെ എങ്ങനെയുണ്ട്? ബിസിനസ്മാനാണ് കേട്ടോ. നീണ്ടകരയിൽ പോയി സ്വന്തമായിട്ട് ഓട്ടോ വാങ്ങിച്ച് നീണ്ടകരയിൽ പോയി വന്ന് ബിസിനസ് ചെയ്യാണ്. ആള് വളരെ പൊലീഷനാണ്. അനുഗ്രഹങ്ങളുണ്ട്. അവിടെ ചുടുവിൽ എന്റെ നോക്കി കൈയൊക്കെ നോക്കി
നമ്മുടെ വട്ടവരയ്ക്കൽ വലിയ അവരെ അങ്ങനെയുള്ള അദ്ദേഹമാണ്. നമുക്ക് അദ്ദേഹത്തോട് മകരവിളക്ക് ഉത്സവത്തിന്റെ വിശേഷങ്ങൾ ഒന്ന് ചോദിച്ചാലോ? എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. മകരവിളക്ക് മഹോത്സവം നമ്മുടെ ചടയമംഗലം ദേശത്തിന്റെ മൊത്തത്തിലുള്ള ഉത്സവമല്ലേ. അതിനകത്ത് നമ്മളും അതിന്റെ ഭാഗമാക്കാവുന്നു. അത് ഏറെ സന്തോഷകരമായ കാര്യം. നമ്മുടെ ചടയമംഗലത്തിന്റെ ദേശീയ ഉത്സവമായിട്ടല്ലേ മകരവിളക്ക് മഹോത്സവത്തിനെ കാണുന്നത്. നല്ല ഭംഗിയായി ഐശ്വര്യമായിട്ട് തന്നെ ഉത്സവം നടക്കുന്നു. നല്ല സന്തോഷം. ഇന്ന് പേട്ടയും മറ്റു കാര്യങ്ങളായിട്ട് ഇന്നത്തോടുകൂടി മകരവിളക്ക് സമാപിക്കുകയാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ആവേശത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ. ഞാനും അർജുനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, പണ്ട് നമ്മള് അതായത് ഒരു 2 ദിവസത്തെ ഉത്സവം ഒക്കെയാണ്. 2 ദിവസത്തെ ഉത്സവം ഇപ്പൊ 10 ദിവസമായിട്ട് മാറി. അത് 2-ാം തീയതി കൂട്ടിയാൽ 14 ദിവസമായിരുന്നു. അതെ വളരെ ഭംഗിയായി, വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഭംഗിയായി നടക്കുന്ന ഒരു ഉത്സവം. നന്നായി സന്തോഷം. ഉത്സവാശംസകൾ തീർച്ചയായും എല്ലാ ആശീർവാദത്തോടുകൂടി നന്നായി ഭവിക്കട്ടെ. നമുക്ക് ഇവിടെ തന്നെ തന്നെ മാറ്റേണ്ടി വരും. എല്ലാം മാറ്റേണ്ടി വരും. ഇത് മാറ്റേണ്ടി വരും. കുഞ്ഞയ്യപ്പന്മാര് പിന്നെയും അതെ, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 മണി വരെയൊക്കെ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് വരുമ്പോ കൂടെ അയ്യപ്പന്മാര് കയറാറുണ്ടോ? അത് കല്ലുമല പേട്ട വന്ന് കല്ലുമല പേട്ടയാണ് തിരുവാഭരണത്തെ അനുഗമിക്കുന്നത്. സ്വാമിയേ സ്വാമിയേ പൊന്ന് 18-ാം പടിയേ കാത്തിരക്ഷിക്കണം ഭഗവാനെ. അറിവില്ല പൈതങ്ങളാണ് സ്വാമി. കുഞ്ഞു മോനാണ് കന്യയ്യപ്പനായിരിക്കണം. കന്യയ്യപ്പന്മാരായിരിക്കണം ഇവരൊക്കെ. എന്റെ മോള് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുക തന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ? തീർച്ചയായിട്ടും. കുഞ്ഞുമോൻ വളരെ ഉത്സാഹിച്ചാണോ അയ്യപ്പന്റെ ആ ഒരു ദർശനത്തിന് വേണ്ടിയിട്ട് മുകളിൽ അമ്മ കാത്തിരിക്കുന്നു. അത് കാത്തിരിക്കുന്നുണ്ടോ അവിടെ? അത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം നമ്മളെ ഇവിടുന്ന് കയറ്റി വിട്ടിട്ട് നമ്മുടെ അമ്മയായാലും അച്ഛന്മാരായാലും അവർ നേരെ മുകളിൽ ഓടിയിട്ട് നമ്മളവിടെ കയറി വരുന്ന അവരോട് എത്തും. നല്ലൊരു മാളികപ്പുറം, കുഞ്ഞു മാളികപ്പുറം. ഞാനിന്ന് കണ്ടതിൽ ഏറ്റവും കുഞ്ഞു മാളികപ്പുറം. പിണങ്ങി പോവാന്നോ? ശരണം വിളിച്ചേ, ശരണം വിളിച്ചേ, ശരണം വിളിച്ചേ. സ്വാമിയേ മാളികപ്പുറം ഒരു ശരണം വിളിച്ചേ. മാളികപ്പുറത്തിന്റെ പേരെന്താ? അയ്യപ്പന്റെ പേരെന്താ? പേര് കുഞ്ഞു മാളികപ്പുറത്തിന്റെ പേര് സിയ എന്നാണ്. സിയ അയ്യപ്പനെ കാണാൻ വന്നതാണോ? ഭയങ്കര നാണമാണ്. അതെ അതെ അതെ, നാണം. കൈതാടോ. സ്വാമിയെ ശരണമയ്യപ്പ. ഇതൊക്കെ തന്നെ അർജുൻ നമുക്കൊരു വളരെ ഇതൊക്കെ തന്നെ അർജുൻ നമുക്ക് നമ്മൾ പറയുന്നത് ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില കാഴ്ചകൾ തന്നെ ഭഗവാൻ തരുന്നൊരു വലിയൊരു ഭാഗ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും. നമുക്കല്ലാതെ ഇപ്പം ഇങ്ങനെ ഇത്തരം അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മൾ വരും തലമുറയ്ക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല.
ഈ കച്ചവടക്കാരുടെ കാര്യം നമ്മള് ഇടയ്ക്ക് മാത്രം പറയുന്നുണ്ട്. അല്ല അത് ചീനി മുറുക്കിലേക്ക് വരാനാണെങ്കിൽ ഞാൻ ഇനിയില്ല. ചീനി മുറുക്ക് പറഞ്ഞു കഴിഞ്ഞ കഥയാണ്. അല്ലാതെ നമ്മള് പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള ആൾക്കാര് വിരിവെക്കുക ആ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇവിടെ കൂടുതലും പുറത്തുനിന്നുള്ളവർ തന്നെയാണ് കച്ചവടം നടത്താനായിട്ട്. അതേ പറഞ്ഞല്ലേ, ഞാൻ ഇന്നലെ ഇവിടുന്ന് അമ്പലത്തിൽ വന്നിട്ട് തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം പിന്നെ പോയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഇവിടെ അമ്പലത്തിൽ വന്ന് ഇവിടെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് കണ്ടിട്ട് മടങ്ങി പോകുമ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അവിടെ ബലൂൺ വിൽക്കുന്നത് ഒരു ഹിന്ദിക്കാരിയാണ്. അപ്പുറത്ത് നിൽക്കുന്നത് ഒരു തമിഴരാണ്. അപ്പൊ നമ്മൾ എത്രയെങ്കിലും ഇതാണ്ടേ അർജുൻ പറഞ്ഞ ചീനി മുറുക്കിന്റെ അടുത്തേക്ക് നമുക്ക് പോവാം. അല്ല ചീനി മുറുക്ക് കണ്ടില്ലേ? അർജുനാണോ ഇതാണല്ലോ ചീനി മുറുക്കിനെ കുറിച്ചാണല്ലോ കൂടുതൽ പറയാനുള്ളത്. ഇതെങ്ങനെ ഒരു കവറ് 50 രൂപ? അതിട്ട് കൂടുതലല്ലേ? ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞത്? ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾക്ക് വീട്ടിൽ പോയി ഉണ്ടാക്കാനല്ല, അറിയാൻ വേണ്ടിട്ട്. 3-4 പേര് ജോലിക്കാർ വേണം. ഒറ്റയ്ക്കൊന്നും പറ്റത്തില്ല, പണിയുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ചീനിയാണോ? പൊടിക്കും ആദ്യമല്ലേ? ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ മുറുക്കാക്കി മാറ്റും. ഞങ്ങള് വില കൂടിപ്പോയെന്ന് പറഞ്ഞത് തമാശ പോയിട്ട് കേട്ടോ. ശരി. ഇത് കണ്ടില്ലേ അടുത്ത ഒരു അത് നമ്മുടെ ഈ ഗുമിഞ്ചാൻ രാമച്ചം ഒക്കെ ഇട്ട് പുകയ്ക്കുന്നില്ലേ? ആ പുകയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അണ്ണാ ഇതിന്റെ പേരെന്തുവാ? ഗുമിഞ്ചാന്തിരി. അതെ നമ്മളല്ലേ ഗുമിഞ്ചാന്തിരി രാമച്ചൊക്കെ ഇട്ട് നമുക്ക് വീട്ടിലൊക്കെ വീട് മൊത്തത്തിൽ ശുദ്ധീകരിക്കാനായിട്ടൊക്കെ. അതെ. ചേട്ടാ ഇതിന്റെയൊക്കെ വില എങ്ങനെ? ഈ കൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ണിന് ഉരുളിയും കൂടെ ആണ്. അതെ കണ്ണിന് ഉരുളിയും കൂടെ. ഈ കണ്ണ് മാത്രം 200. ആൾക്കാർ കച്ചവടം നടക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം? എങ്ങനെയുണ്ട്? ഒരേ വന്ന ആ 8 വർഷത്തിന് മാറ്റം ഉണ്ടല്ലേ? ശരി, കച്ചവടമൊക്കെ നടക്കട്ടെ. കച്ചവടക്കാർ എല്ലാം സംതൃപ്തരാണ്. നല്ല കണ്ടില്ലേ? നമ്മള് സാധാരണ നമ്മള് ഒരു മാർജിൻ ഫ്രീ ഷോപ്പിൽ കയറിയാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വലിയ കടയിൽ കയറി കാണുന്ന എല്ലാ സാധനങ്ങളും ചോദിക്കാൻ പോലും ഒക്കെ, കാരണം അവരവരുടെ വലിയ തിരക്കിലാണ്. സെലക്ഷനിലാണ്. ഇവിടെ ആയിട്ട് തിരക്ക്. ഈ ഉത്സവ സ്ഥലങ്ങളിൽ എപ്പോഴും ഇങ്ങനെയുള്ള സ്റ്റാളുകൾ ഭയങ്കര ഭംഗി വരുത്തും ഉത്സവത്തിന്. മത്തങ്ങ ബലൂൺ ഇവിടെ മത്തങ്ങ ബലൂൺ ഉണ്ട്, നമുക്ക് പുറത്തുണ്ട് കാണാം. മത്തങ്ങ ബലൂൺ പണ്ടത്തെ ഒരു വേറൊരു ഊത്ത് സംവിധാനം ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ബലൂൺ ഊതി വീർപ്പിക്കും, എന്നിട്ട് അത് അതിൽ നിന്ന് ഇങ്ങനെ കൈയെടുക്കുമ്പോഴത്തേക്ക് ഹോൺ അടിക്കുന്ന പോലെ, വണ്ടിയിലെ ഹോൺ അടിക്കുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കുന്ന സാധനമുണ്ട്. അത് പുറത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. എങ്ങനെയുണ്ട്? രാവിലെ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ? കച്ചവടം കുറവാണോ? എന്ത് പറ്റി? ആളില്ലേ? ഇന്നലെയൊക്കെ വലിയ നല്ല തിരക്കായിരുന്നല്ലോ അമ്പലത്തില്. ഇന്നത്തെ കാര്യം ഇന്നലെ രാവിലെ തുറന്നല്ലേ ഉള്ളൂ. ഭക്ഷണമൊക്കെ വെളിയിലാണ് മിക്കവാറും. ഭക്ഷണത്തിന്റെ സ്റ്റാള് അങ്ങനെ ഇവിടെ അവിടെ ഉണ്ട്. അതായത് മുളക് ബജ്ജി, പാനിപൂരി. അല്ല, അതൊക്കെ ഈ ഉത്സവത്തിന് വരുന്നവർക്ക് ഇടയ്ക്ക് വെച്ചൊരു ചെറിയ ഒരു ലഘുഭക്ഷണം എന്നുള്ള രീതിയിൽ അതൊക്കെ വേണം എന്നുള്ളതാണ്. ഇത് കണ്ടില്ലേ? വിഭവസമൃദ്ധമായ ഓരോ ഇത് നമ്മളൊക്കെ പണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ പറയുന്ന മധുരസേവന. ഇന്നിപ്പോ ഇതിനൊക്കെ വേറെ പേര് വന്നിട്ടുണ്ട്. ഇതിനെ ഡയമണ്ട് എന്നാണ് പറയുന്നത് ഇതിനെ, ഈ സാധനത്തിന് അല്ലേ? ഡയമണ്ട്. ഇതിനെന്താ പറയുന്നേ? സെക്കൻഡ് ഒരു സെക്കൻഡിന്റെ ഇതും ഡയമണ്ട് തന്നെ. ഡയമണ്ട് വേറെ കളറാണ്. ഇതും ഡയമണ്ട് തന്നെ, ഇതും വേറെ കളറാണ്. ഇത് വേറെ കളർ ഡയമണ്ടാണ്. ഫ്ലേവറാണ് ഇത്. അതെ. ഇത് എരിവും ഉള്ളതായിരിക്കും. ഈ റെഡ് ഇതൊക്കെ മധുരമുള്ളതായിരിക്കും. അതും മധുരമുള്ളത് തന്നെയാണ്. ഇത് 2 ഐറ്റം ഈ എരിവ് കൂടി മിക്സ് ആയിട്ടുള്ളതായിരിക്കും.
ഈ കോലുമുട്ടായി എന്ന് പറയില്ലേ നമ്മള് പണ്ട്, അതൊക്കെയാണ് അതിന്റെ സാധനങ്ങൾ. പിന്നെ കണ്ടില്ലേ ചീപ്പ് കണ്ണാടി, ഏത് സാധനങ്ങൾ പറഞ്ഞാലും ഇതൊക്കെ ഒരുപക്ഷെ ഉണ്ടല്ലോ കടകളിൽ നമ്മള് ചില കടകളിൽ ചെന്ന് നമ്മൾ അത്യാവശ്യം ചോദിച്ചാൽ കിട്ടാത്ത പല സാധനങ്ങളും നമുക്ക് ഈ ഉത്സവപ്പറമ്പിൽ കിട്ടും. അതാണ് അതിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പാനിപ്പൂരി ഇപ്പോഴാണ് കുറച്ച് നാളായേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ആൾക്കാരതൊന്ന് യൂസ് ചെയ്യാൻ രുചി പിടിച്ചു വന്നു തുടങ്ങിയത്. ഇനിയാ ഈ സ്റ്റാളുകളൊക്കെ തുറക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അതെ അതെ. ഇന്ന് വൈകിട്ട് ഒരു 7 മണിയോട് കൂടി സജീവമാകും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ അതിരാവിലെ ഇറങ്ങിയതുകൊണ്ടാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ സ്റ്റാളുകളൊക്കെ അങ്ങ് സജീവമാകും. അതോടുകൂടി ഉത്സവം അങ്ങ് മേളമാകും. ഇതൊക്കെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ അച്ചുക്കുന്ന സാധനങ്ങളാണ്. മെഹന്തി ഇടുന്നത് മെഹന്തി ഇടുന്നത് പോലെ നമുക്ക് ഇട്ടാൻ പറ്റും, അല്ലെ വേദനയില്ലാതെ. മറ്റേ നമ്മള് ഈ മറ്റേ ഇതെന്താ പറയുന്നത്, അതിന്റെ വേദനയോടെ കുത്തുന്നതും താഴെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേ അതിനെന്താ പേര് പറയും, ഞാനത് ടാറ്റു. ഇതാണ് അതിന്റെ ഒരു വിശേഷങ്ങൾ പറയുന്നത്. കച്ചവടക്കാർ എല്ലാവരും ഈക്വലി എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവർക്കും ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയാനേ, ഇപ്പൊ തന്നെ നമ്മളെ പേട്ട കമ്മിറ്റികളുണ്ടല്ലോ, അവരിപ്പോ എപ്പോഴേ സജീവമായിട്ടുണ്ട്. അവര് ഇന്ന് ഇപ്പൊ അത് ഒരുക്കുന്നതിന്റെ കെട്ടുകാഴ്ച മാറി ഇത്രയും തിരക്ക്. അതെ. ആൾക്കാർ ഈ പളനിയിൽ പോകുന്ന ആൾക്കാർ ഭക്ഷണം എടുത്ത് അവർക്ക് നേർച്ച പിടിക്കുന്നതിന് വേണ്ടി നേർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ താഴെ നിൽപ്പുണ്ട്, ഇവിടെ ഉണ്ട് കുറച്ച് പേര്. എനിക്ക് ഈ കാവിന്റെ അവിടെ ഞാൻ പണ്ട് കണ്ടിട്ടുള്ളത് ഈ ഇങ്ങനൊരു സാധനം വെച്ച് ഇങ്ങനെ വായിക്കുന്ന നമ്മുടെ പേര് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നതാണ്. ഇപ്പൊ ആൾക്കാരെ കാണുന്നത്. ഇതിന് ഇപ്പൊ ഈ പുള്ളുവൻ പാട്ടുകാർ അങ്ങനെ അധികം ഇല്ല. പണ്ട് ആ കാവിന്റെ അവിടെ എന്നാലും ഉണ്ട്. ഉത്സവത്തിന് പോകുമ്പോ അവിടെ ഒരുപാട് പാട്ടുന്ന ആൾക്കാര് വരുക ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളുവൻ പാട്ട് എപ്പോഴും അത് കഷ്ടപ്പെട്ട് പോയിട്ട് എടുക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ നാട്ടിൽ പറയുന്നത് പാഞ്ചിത്തോൽ എന്ന് പറയും. പാഞ്ചിത്തോല് എന്ന് പറഞ്ഞിട്ട് ചെടിയുടെ ഇല വെച്ചിട്ട് ഈ കണ്ണുദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഓതുക എന്ന് പറയുന്നത്, അത് ഈ ക്ഷേത്ര പരിസരത്ത് പരിസരങ്ങളിൽ ഇങ്ങനെ വെച്ച് അതിങ്ങനെ വെച്ചിട്ട് കുഞ്ഞിപ്പോ അയാളെ അന്നേരം പ്രൊഫഷണൽ ഇപ്പൊ ഭയങ്കര ചാട്ടമുണ്ടോ പാണ്ടിത്തോല് പാഞ്ചിത്തോൽ അത് വെച്ചിട്ട് ഇങ്ങനെ കണ്ണുദോഷം അങ്ങനെ എന്തൊക്കെയോ കുറെ ദോഷങ്ങൾ പറയുന്നുണ്ട്. അതിന് വെച്ചിട്ട് അവര് ഇങ്ങനെ ഓതുക എന്നാണ് പറയുന്നത്. ആ മന്ത്രം എന്താണ് അവര് ഉച്ചത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അത് അതിങ്ങനെ വെച്ചിട്ട് ചെയ്യും. ഇതൊക്കെ ഇപ്പൊ കാണാനില്ല. എന്നാലും ചില ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ ഇപ്പോഴും അതൊക്കെ കാണാം എന്നുള്ളതാണ്. അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സ്വാമിയുടെ പേരെന്ന് പറയോ? അഭിഷേക് പ്രദീപ്. ദേവിനന്ദന്. അയ്യപ്പനെ കാണാൻ വന്നതാണോ? ആദ്യമായിട്ടാണോ കന്യായപ്പന്മാരാണോ? രണ്ടുപേര്. അപ്പൊ അയ്യപ്പനെ കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. കണ്ടല്ലോ ഒരുപാട് കുഞ്ഞുങ്ങള് ആദ്യം പഠിച്ചോട്ടാൻ ആഗ്രഹിക്കുന്ന ഇവർക്കൊക്കെ നമ്മൾ ഈ നേർച്ച എന്ന് പറഞ്ഞൊരു കാര്യമില്ല അർജുൻ, ഒരുപാടായിട്ടൊക്കെ നിർത്തുന്നത് വീട്ടിലെ അർജുൻ പറയുന്ന സംഗതി അതാണ് പുള്ളുവൻ പാട്ട് കണ്ടല്ലേ. അത് ഈ കാവുകളിലാണ് സാധാരണ ഈ പുള്ളുവൻ പാട്ട് നടത്തി വരാറുള്ളത്. രാവിലെ അത് കണ്ടിരുന്നില്ല. ഇതും ഈ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾ ജോലി ചെയ്യാൻ ആൾക്കാർ കുറവാണ്. ഇത് സാധാരണഗതിയിൽ അവിടെയാണ് ഇത് കൂടുതൽ കണ്ടുവരാറുള്ളത്. നമുക്ക് നേർച്ച കൊടുത്ത് ഞങ്ങളുടെ
ദേവി തിരുവള്ളം ഉണ്ടാകേണമായി തിരുനാളായ സർപ്പങ്ങളും വീണസ്വരം പക്ഷദോഷം നീരേണം വർണ്ണദോഷം നീരേണം ഇത് ബ്ലോമാട്ടിന് ഉപയോഗിക്കുന്ന ഇതില്ലേ ഇതിന്റെ പേര് നമുക്ക് ഇതേപോലെ ചോദിച്ചാൽ പറയുക ചോദിച്ചു നോക്കാം. ഇതിന്റെ പേരെന്തായിരുന്നു? ഒറ്റക്കമ്പിയുള്ള തിരക്കാണ് ഇവിടെ. അത് തിരക്കായതുകൊണ്ടാണ്. ഇത് ആയില്യം നാളിൽ സമീപത്താവുകളിലാണ് ഈ ഫ്ലോംപാട്ട് നടത്താറുള്ളത്. കാവുകളിൽ ആകുമ്പോൾ നമ്മൾ നാളും പേരും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ സന്തോഷമുണ്ട് അവര് അത് വെച്ചിട്ട് ഈ വീണ വീട്ടി ഇത് കണ്ടല്ല അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതും ഒറ്റ കമ്പിയാണ് വെച്ചിട്ടാണ് ആ വീണ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ഒരു വിഭാഗം ആൾക്കാർ ഉണ്ട്. ഇതൊക്കെ അന്യം നിന്ന് പോകാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുഞ്ഞിച്ചിരിക്കുന്നുണ്ട്. സ്റ്റേജ് പരിപാടി എന്തോ മെഗാഷോ പാടുന്ന ഈ കുട്ടി എന്ന് പറഞ്ഞ ഗാനമേളയാണ്. സംഗീത മത്സരം ഇതിലൊക്കെ പോയി പങ്കെടുത്ത മോളാണ്. ഒരുപാട് ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഇതുവരെ എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല ആളുണ്ടാവും. നമുക്കൊരു അല്പസമയം ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും സാക്ഷി ടിവിയുടെ ഉത്സവ ആശംസകൾ.